ക്ഷമ പ്രസവിച്ച് കിടന്ന മരുമകളുടെ മുറിയിൽ മകൻ കയറി. കൂടെ അയാൾ കയറുകയാണ് ആ മുറിയിൽ. അപ്പോൾ ഇയാളുടെ അമ്മ വന്നിട്ട് അത് വിലക്കി, അങ്ങനെ കയറാൻ പാടില്ല. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടല്ലോ, പ്രസവിച്ച് കിടക്കുന്ന പിന്നെ സ്ത്രീകളുടെ മുറിയിലേക്ക് അങ്ങനെ ഭർത്താവാണെങ്കിൽ പോലും അങ്ങനെ കയറാറില്ല. അപ്പോൾ ഈ 19 വയസ്സുള്ള മകൻ കൂടെ കയറുകയാണ്. അപ്പോൾ അത് ഉമ്മ പറഞ്ഞു വിലക്കുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു വിലക്കിയപ്പോൾ അത് പ്രതികാരം ആളിക്കത്തി. അങ്ങനെ ആളിക്കത്തി അമ്മയെ നമ്മളെന്നും കേൾക്കുന്നത് പോലെ അമ്മയെ ക്രൂരമായി മർദ്ദിച്ചു. അവർ ഇപ്പോൾ ചികിത്സയിലാണ്. ഈ പ്രതി എന്ന് പറയുന്ന ആൾ മുഹമ്മദ് ഫയാസ്, 19 വയസ്സേ ഉള്ളൂ. നിസാര പുള്ളിയല്ല, 4 കേസുണ്ട്. 19 വയസ്സിനിടയിൽ 4 കേസ്. ലഹരി, അതും ലഹരിയാണ്. എല്ലാം നമ്മൾ പറഞ്ഞു വരുമ്പോൾ എങ്ങനെ പോയാലും എല്ലാം ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ്. ആ പയ്യൻ്റെ ഫോട്ടോ കണ്ടാൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയാണ്. അവനൊന്നും അറിയാൻ കിളി പോയി നടക്കുക. അപ്പോൾ എന്താ അതിൻ്റെ സംഭവം? ഇത് വിതുര ചെറ്റച്ചല്, അവിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇവനവിടുത്തെ വിതുര പോലീസ് സ്റ്റേഷനിലെ സ്ഥിരം ക്രൈം കേസിലെ പ്രതിയാണ്. മൊത്തം 4 കേസ്. അതിൽ 3 എണ്ണം എല്ലാം NDPS ആണ് കേസുകളല്ല. 3 കഞ്ചാവ്, പിന്നെ 1 MDMA, ഇങ്ങനെ 4 കേസുണ്ട്. ഇതിപ്പോൾ ഒന്നുകൂടെ ചേർത്ത് 5 ആയി. 5-മത്തേത് ഇതെല്ലാം അടിച്ചിട്ട്, ഈ 4 കേസിൽ ഉൾപ്പെട്ട എല്ലാ സാധനവും കൂടെ അടിച്ചിട്ട് സ്വന്തം അമ്മയെ എടുത്തിട്ട് ഇടിച്ചു. 46 വയസ്സുള്ള അമ്മയെ ഇവൻ എടുത്തിട്ട് ഇടിച്ചു. അവൻ്റെ FIR-നകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വീട് അമ്മയെ വിളിച്ച തെറിയാണ്. അമ്മയെ വിളിച്ച തെറി വാക്കുകളാണ് അവൻ്റെ FIR-ൻ്റെ കോപ്പി പുറത്ത് വന്നിട്ടുണ്ട്. ഇവൻ്റെ അമ്മയെ വിളിച്ച തെറികളുടെ ഒരു പാരഗ്രാഫ് തന്നെ അതിനകത്തുണ്ട്. ഒരു മകൻ ഒരു അമ്മയെ ഒരു കാരണവശാലും വിളിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള തെറിയാണ് വിളിച്ചത്. അത് എന്താ പറയുക, വലിയ കടുത്ത ശത്രുക്കൾ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ അറയ്ക്കുന്ന വാക്കുകൾ. ഒരു ആ അമ്മ എങ്ങനെ മൊഴി പറഞ്ഞു കൊടുത്തു എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഈ 46 വയസ്സുള്ളൊരു സ്ത്രീ ഒരു പോലീസ് ഓഫീസർക്ക് മുന്നിലിരുന്ന്, വനിതാ പോലീസ് ആയിക്കോട്ടെ, വനിതാ പോലീസിന് മുന്നിലാണെങ്കിലും ഇരുന്ന് ഈ തെറിവാക്കുകൾ എങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, ആ ഒരു മകൻ എന്നെ ഇങ്ങനെയൊക്കെ വിളിച്ചു എന്നെങ്ങനെ പറയാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതൊരു വലിയ അത്ഭുതമാണ്. അത്രയും ഗതികെട്ടവർ പറയാണ്, അത്രയും സഹിച്ചു. അത്രയും വലിയ തെറിയാണ് ഇവൻ അവിടെ നിന്ന് വിളിച്ചത്. ചെറിയ പയ്യൻ, വലിയ എന്താ പറയുക, ആരോഗ്യശേഷിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അവൻ്റെ സ്ഥിരം പരിപാടി, അവിടെ ഒരു സ്ത്രീ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നുണ്ട് കുഞ്ഞുമായിട്ട്. ഇവൻ ആ റൂമിൽ കയറി പോവുക, ഇതെല്ലാം അവിടെ വലിച്ചു കയറ്റിയിട്ട്. ചോരക്കുഞ്ഞ് കിടക്കുകയാണ്. ഇവൻ ഈ ബോധമില്ലാതെ ആ ചോരക്കുഞ്ഞിനെ എടുത്ത് തറയിലിട്ടാലോ? അതെ. ഇവന് ബോധമൊന്നുമില്ലാതെ ഈ ചോരക്കുഞ്ഞ് MDMA ആണെന്ന് തോന്നിയാലോ ഇവന്? ഇവന്മാർക്ക് അതൊക്കെ കാണുമ്പോൾ അങ്ങനെയൊക്കെയാണ് തോന്നുന്നേ. മറ്റേതൊക്കെ വലിച്ചു കയറ്റുമ്പോൾ ഇവന്മാർക്ക് കയറി ആ ചോരക്കുഞ്ഞ് MDMA ആണെന്നോ അല്ലെ കഞ്ചാവിൻ്റെ പൊതിയാണെന്നോ കാണും വിചാരിച്ചിട്ട് കത്തിച്ച് വലിക്കാൻ തോന്നിയാലോ അവനൊക്കെ? പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് അവർ വിലക്കിയത്. അവർക്ക് ഭയമാണെന്നേ, സ്വന്തം മകനെ അവർക്ക് ഭയമാണ്. ബോധമില്ലാതെ കയറുകയല്ലേ? അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ കയറി പോവോ? ആരെങ്കിലും അങ്ങനെ ചെന്ന് കയറി ചെല്ലില്ലല്ലോ. ഇപ്പോൾ ഒരു കുഞ്ഞുമായി കിടക്കുന്ന ഒരു സ്ത്രീ അവർ മുലയൂട്ടുകയാണോ എന്നൊന്നും അറിയാതെ ചെന്ന് കയറി കൊടുക്കില്ലല്ലോ. ഇത് ചുമ്മാ ഇവൻ കഥ നൽകി തുറന്ന് കയറി ചെല്ലുക. ഇതാണ് അവൻ്റെ സ്ഥിരം പരിപാടി. അപ്പോൾ അവർ ഗതികെട്ടപ്പോൾ ഇവനെ അവർ തടഞ്ഞു. ഇവർ വാതിലിൻ്റെ അവിടെ നിന്ന് ഇവനെ തടഞ്ഞപ്പോൾ ഇവൻ അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. പിടിച്ചു മാറ്റാൻ വേണ്ടി ഒരു ശ്രമം അവിടെ നടന്നപ്പോൾ അവർ പിന്നെയും തടഞ്ഞപ്പോൾ അവരുടെ കവിള് പൊത്തി അടിച്ചു. അവരെ മുതുകത്ത് ഈ മുട്ടുണ്ടല്ലോ, കൈമുട്ട്, പോലീസുകാർ കാണിക്കുന്ന ഒരു പരിപാടിയത്. അത് എവിടുന്ന് പഠിച്ചു എന്ന് എനിക്കറിയില്ല. മിക്കവാറും കഞ്ചാവ് കേസിൽ പിടിച്ചപ്പോൾ എക്സൈസുകാർ പിടിച്ച അമ്മാരി ഇടിച്ചു കാണും. അങ്ങനെ ഇടിച്ചു കാണും. അല്ലെങ്കിൽ അവനത് ഈ എന്താ പറയുക, ഈ തല ഇങ്ങനെ കാലിൻ്റെ അവിടെ കയറ്റി വെച്ച് ഇങ്ങനെ ഇടിക്കുന്നത് ഈ എക്സൈസിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ സ്ഥിര പരിപാടിയാണ്. ഇങ്ങനെയുള്ള കേസുകൾ കിട്ടിക്കഴിഞ്ഞാൽ അവർ നട്ടലിൻ്റെ ഈ ഇടത് ഭാഗത്ത് ഇടിക്കും. കുറച്ച് നാൾ നടുവേന ഉണ്ടാവും, നല്ല നടുവേനയായിരിക്കും അങ്ങനെ ഇടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള ഇടി കൊടുക്കും. കുറച്ച് കാലത്തേക്ക് പിന്നെ ഇത്തിരി ബുദ്ധിമുട്ടും. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഈ ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് കുറച്ച് നാൾ കിടന്നാൽ ശരിയാവുകയുള്ളൂ, റെഡിയായി വരത്തുള്ളൂ. നമ്മുടെ പഴയ മറ്റേ ഷാജി ഉൾപ്പെട്ട കൊലക്കേസുണ്ടല്ലോ, പ്രവീൺ കൊലക്കേസ്, പഴയ DYSP ഷാജി ഉൾപ്പെട്ട കേസിൽ ഷാജിയുടെ കയ്യിൽ ഈ പ്രവീണിനെ കിട്ടിയപ്പോൾ പ്രവീണിനെ ഷാജി ഇമ്മാരി ഇടിച്ചു കളഞ്ഞു, ഒരു കൈ അടിച്ചൊടിച്ചു കളഞ്ഞു. അപ്പോൾ ഈ കൈ ഒടിച്ചതിനല്ല ഈ ഇവിടുത്തെ പിന്നെ ആയുർവേദ ആശുപത്രിയിൽ ഈ പ്രവീൺ വന്ന് കിടന്നത് നടുവേദനയ്ക്കാണ്. നടു പിടിച്ച് കലക്കി കളഞ്ഞു ഷാജി. അതായത് ഷാജി പ്രവീണിൻ്റെ തല ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നടുവിൻ്റെ ഇടത് ഭാഗത്ത് മർമ്മം നോക്കി ഇടിച്ചു കൊടുത്തു, കൈയുടെ മുട്ട് വെച്ചിട്ട്. അതായത് നടു ഇനി കുറച്ച് നാളത്തേക്ക് അനക്കരുത് എന്നുള്ള ലക്ഷ്യത്തിലാണ് ഷാജി അത് ചെയ്തത്.
അപ്പോൾ അതുപോലുള്ള ഇടി ഇവന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ്റെ അമ്മമാര് ചെയ്തത്, അവൻ്റെ ഉമ്മയെ അമ്മാതിരി ഇടിച്ചത്. ഇപ്പോൾ എന്തായാലും ഈ പല ഭാഗത്തു നിന്ന് ഇതൊരു സെഗ്മെൻ്റ് ആക്കേണ്ട അവസ്ഥയാണ്. പിന്നെ ലഹരി മൂത്ത് മാതാവിനെ തല്ലുന്ന മക്കൾ ദിവസവും അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുകയാണ്. എല്ലാ ദിവസവും ചിലത് പുറത്ത് വരുന്നു, ചിലത് പുറത്ത് വരാം. ഇന്നലെ സൽമാനായിരുന്നു. ഇന്നലെ സൽമാൻ, ഇന്ന് ഇവൻ, മെനഞ്ഞാന്ന് പിന്നെ അഫാൻ, ഇങ്ങനെ കയറി കയറി പോയിക്കൊണ്ടിരിക്കുക. സൽമാന്റെ കാര്യത്തിൽ പിന്നെ നാട്ടുകാർ അവനെ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ ആക്കി അവന്റെ ചികിത്സ എനിക്ക് തോന്നുന്നു അവർ വഹിക്കാം. വോയിസ് ഓഫ് ഇത് വോയിസ് ഓഫ് ചെനക്കൻ അവര്, ഞാൻ പറഞ്ഞല്ലോ, അവർ നല്ല ഒരു കൂട്ടായ്മയാണത്, നല്ലൊരു കൂട്ടായ്മയാണ്. അവർ ഇവനെ കൈയോടെ പിടിച്ച് പൂട്ടി. ആദ്യം ആ ഉമ്മയൊന്നും പരാതി കൊടുക്കാൻ തയ്യാറല്ല. പക്ഷേ ഈ പറയുന്ന ആളുകൾ പറഞ്ഞു, നിങ്ങളുടെ കൂടെ ഞങ്ങൾ നിൽക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് കേൾക്കണം. അല്ലാതെ നിങ്ങളുടെ മകൻ മാനസിക രോഗിയാണ്, ഞങ്ങൾ ചികിത്സിച്ചോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഈ വീട്ടിലൊരു കൊലപാതകം ഉണ്ടാകുകയാണെങ്കിൽ ഞങ്ങളാരും വന്ന് എത്തി നോക്കാൻ പോലും ആരും വരില്ല എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചപ്പോഴാണ് അവർ അതിനുവേണ്ടി തയ്യാറായത്. അവർ നല്ലൊരു കൂട്ടായ്മയാണ് അവർ. ആ കൂട്ടായ്മ ഉള്ളത് കൊണ്ട് എല്ലാ നാട്ടിലും അതില്ല. എനിക്ക് തോന്നുന്നു ഈ കളിസ്ഥലങ്ങൾ നഷ്ടമാകുന്നത് ഇവിടെ ഒരു വലിയ പ്രശ്നമായി മാറുന്നുണ്ട്. കളിസ്ഥലങ്ങളില്ല. പണ്ടൊക്കെ നമുക്ക് ഈ അതുപോലെ തന്നെ ഈ കൂട്ടായ്മ ക്ലബ്ബുകളൊക്കെ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? നമ്മുടെ നാട്ടിൻ പുറത്തെ ക്ലബ്ബുകളൊക്കെ ഉണ്ടായിരുന്നു, കളിസ്ഥലങ്ങൾ. അത് മാത്രമേ ശ്യാം പറഞ്ഞ പോലെ കളിസ്ഥലങ്ങൾ വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളും കോളേജും ഒക്കെ വിട്ട് കഴിഞ്ഞാൽ നേരെ ഗ്രൗണ്ടിലേക്ക് പോകും, അല്ലെങ്കിൽ അവധി ദിവസങ്ങളിൽ ഗ്രൗണ്ടിലേക്ക് പോകും. അപ്പോൾ ഒരു വലിയ കൂട്ടായ്മ, അത്രയും സമയം നമ്മൾ അതിന് അങ്ങോട്ടങ്ങ് മാറുകയാണ് നമ്മുടെ മനസ്സും ഒക്കെ. ഇപ്പോൾ അതല്ല. ഇപ്പോൾ ഈ സ്കൂൾ ഗ്രൗണ്ടുകൾ, ചില സ്ഥലങ്ങളിലൊക്കെ സ്കൂൾ ഗ്രൗണ്ടുകളുണ്ട്. സ്കൂൾ ഗ്രൗണ്ടുകൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ സ്കൂൾ ഗ്രൗണ്ടുകളിലെ PTA അതുപോലെ തന്നെ ഈ അധ്യാപകർ, PTA എന്ന് പറഞ്ഞാൽ PTA പേരൻസ് ടീച്ചേഴ്സ് ഇതാണല്ലോ, അസോസിയേഷൻ ആണല്ലോ. അപ്പോൾ ഇവർ ചേർന്നൊരു തീരുമാനം അങ്ങ് എടുക്കും, വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഗ്രൗണ്ട് പൂട്ടാൻ. അത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ പണിയാണ് സത്യം. കാര്യം അവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൻ്റെ ഗ്രൗണ്ട് ഈ പറയുന്ന പുറത്തു നിന്നുള്ള ആളുകൾക്ക് സ്കൂൾ വിട്ട ശേഷം, ഈ കുട്ടികളും പോയ ശേഷം കുറച്ച് നേരം വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ വന്ന് ഈ പറയുന്ന പോലെ ക്രിക്കറ്റ് കളിക്കുക, മറ്റേ ഇത് കത്തിച്ച് വലിക്കാനുള്ള അവസരം ആക്കരുത്. സെക്യൂരിറ്റി, സ്കൂൾ സെക്യൂരിറ്റി ഉണ്ടാവുമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ കുറച്ച് പേർക്ക്, അല്ലെങ്കിൽ പുലർച്ചെ, രാവിലെ എന്തായാലും കുട്ടികൾ അവിടെ വരത്തില്ലല്ലോ, പുലർച്ചെ ഒന്ന് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കളിക്കാനോ അങ്ങനെയൊക്കെയുള്ള അവസരം. ഇത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ് ആയിക്കഴിഞ്ഞാൽ ഇവർ പിന്നെ ഈ പറയുന്ന സാധനത്തിലേക്ക് പോവില്ല. എൻഗേജ് ചെയ്യാൻ ഒന്നുമില്ല. ഈ ഫോൺ മാത്രമേ ഉള്ളൂ. അപ്പം തമ്മിലിപ്പോൾ എന്താ പറഞ്ഞാൽ, തമ്മിൽ കാണാനോ ഈ പറയുന്ന ഒരുമിച്ചിരിക്കാനോ ഒന്നും ആർക്കും ഉള്ള ഒരു സ്ഥലമില്ല. അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ചെറുപ്പക്കാർ ഒരുമിച്ചിരുന്നാൽ പോലീസ് ഒന്ന് ലാത്തി വെച്ച് അടിക്കുകയും ചെയ്യും രാത്രിയിൽ. അവരൊന്നും ചെയ്ത് കാണത്തില്ല, വെറുതെ വല്ല മരച്ചുവട്ടിൽ ഇരിക്കുമ്പോഴായിരിക്കും ഈ പോലീസ് വരുന്നത്. പോലീസ് ഇപ്പോൾ ഒന്ന് നോക്കുമ്പോൾ 10 ചെറുപ്പക്കാരിക്കുന്നത്, അവരുടെ മനസ്സിൽ എല്ലാവരും MDMA-കാരാണ്. എല്ലാവരും MDMA-കാരാണ്. അവർ പിടിച്ചടിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇവിടെ വലിയൊരു പ്രശ്നമായി മാറുന്നുണ്ട്. ഇപ്പോൾ ഇന്നിപ്പം സമാനമായിട്ട് മറ്റൊരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ തൃശ്ശൂർ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. അവിടെ പിന്നെ ചാവക്കാട് പിന്നെ സ്വകാര്യ ആശുപത്രിയിൽ ഫയാസ് എന്ന് പറയുന്ന ഒരു MDMA-കാരൻ വന്നു. അതും ഫയാസാണ്. പിന്നെ ക്ഷമിക്കണം, ഫയാസ് അല്ല, പിന്നെ സാദിഖ് എന്ന് പറഞ്ഞൊരു പിന്നെ ഒരാൾ വന്നു. സ്വകാര്യ ആശുപത്രിയിലാണ് സാദിഖ് വന്നത്. അപ്പോൾ ഇയാൾ വന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചികിത്സയ്ക്ക് വേണ്ടി വന്നതാണ്. വെളിയങ്കോട് സ്വദേശിയാണ് ഈ സാദിഖ്. ഇയാൾ കഴിഞ്ഞ ഡിസംബർ 10-ാം തീയതി MDMA-യുമായി പിടിച്ച പൊന്നാനി SIയെ വണ്ടി ഇടിച്ചിട്ട ആളാണ്. SIയെ വണ്ടി ഇടിച്ചിട്ടു. MDMA-യുമായി വന്നപ്പോൾ പോലീസ് തടഞ്ഞു നിർത്തി വാഹനം പരിശോധിക്കുന്നതിനിടെ വാഹനം മുന്നോട്ടെടുക്കുകയും SI ഫ്രണ്ടിൽ നിന്നപ്പോൾ SI ഇട്ട് കടന്നു കളയുകയും ചെയ്തു. ഇന്ന് അയാളെ വളരെ കഷ്ടപ്പെട്ട് പോലീസ് പിടിച്ച രംഗമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടി. 2 പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കാൻ നോക്കിയിട്ട്, പിടിച്ച് 2 കാലും പൊക്കി, 2 പിന്നെ തോളിലൂടെയും പിടിച്ച് പൊക്കാൻ നോക്കിയിട്ട് ഇയാൾ പൊങ്ങാൻ നേരാന്നില്ല. പോലീസുകാരെ ചവിട്ടിയാണ്. പോലീസുകാരുടെ 2 പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലത്തുള്ളൂ. അവർ മഫ്തിയിൽ വന്നവരാണ് പിടിക്കാൻ. ഇയാൾ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ വരുന്നു എന്നൊരു വിവരം അവർ പറഞ്ഞു. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ആ CCTV-യുടെ ദൃശ്യത്തിൽ വളരെ ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ പോലീസാണ് എന്ന് പറയുന്നുണ്ട്. അവർ ഐഡൻറ്റി കാർഡ് കാണിക്കുന്നുണ്ട്. അതൊന്നും അയാൾക്ക് പ്രശ്നമല്ല. അയാൾ ചവിട്ടിയാണ് പോലീസിനെ. ഇടി വേറെ കിട്ടും. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കും, പോലീസാണെന്ന് അറിഞ്ഞിട്ടും പോലീസിനെ പോലും തല്ലാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല. പോലീസിനെ തല്ലുന്നത് പിന്നെയാണോ അമ്മയെന്നുള്ള? പോലീസിനെ തല്ലാൻ അവർക്ക് പേടിയില്ലെങ്കിൽ ഉള്ളിൽ കിടക്കുന്ന സാധനം അതല്ലേ ആണ്. അപ്പം പിന്നെ അമ്മയെ തല്ലിയിട്ട് കൊണ്ടുവന്ന് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ ഒരു ഫോട്ടോ കണ്ടോ? ഉമ്മയെ എടുത്തിട്ട് അടിച്ച് ഉമ്മ ഓടി രക്ഷപ്പെട്ടു. പിന്നെ പോലീസിനെ വിളിച്ചു. ഇതിലെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് സ്റ്റേഷനിൽ നിർത്തിയ ഫോട്ടോയെ കുറിച്ചാണ് ചേട്ടൻ നേരത്തെ പറഞ്ഞത്. ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ അവാർഡ് കിട്ടിയ പോലെയാണ് പുള്ളി വിചാരിച്ചിരിക്കുന്നത്. പുള്ളി എന്തോ ഒരു അവാർഡ് കിട്ടി, പോലീസിന്റെ എസ്കോർട്ടോട് കൂടി അവാർഡ് ദാന ചടങ്ങിലേക്ക് തന്നെ കൊണ്ടുവന്നിരിക്കുന്നു എന്നൊരു ധാരണയിലാണ്, അങ്ങനെയാണ് നിൽക്കുന്നത്.
അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് അയാൾ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വീടുകളിൽ ഇങ്ങനെയുള്ള ആളുകളുണ്ട്. ഉണ്ട്. ആ 1-2 വീടുകളിലൊന്നുമല്ല, 1-2 വീടുകളിലുമല്ല. ഈ പറയുന്ന പോലെ നമുക്ക് ഒരു വലിയ ഒരു ടേബിൾ വരച്ച് ആ ചാർട്ട് തയ്യാറാക്കിയിട്ട് ജില്ല തിരിച്ചെടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ചാർട്ട് നിറഞ്ഞു പോകും. ജില്ല വേണ്ട, ഒരു പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് വെച്ച് തിരിച്ചാൽ മതി. ഓരോ ബ്ലോക്ക് പഞ്ചായത്ത് വെച്ച് തിരിച്ചാൽ തന്നെ ഈ അവസ്ഥ, ഈ ടേബിൾ നിറഞ്ഞു പോകും. അമ്മാതിരിയാണ് ഇതിൻ്റെ ഒഴുക്ക്. അതാണ്ടാ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ കാര്യക്ഷമമായി ഇടപെടാൻ ആരുമില്ല, ചോദിക്കാനും പറയാനും ആരുമില്ല. എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ഒരു പരിധിയുണ്ട്. എക്സൈസ് ഉദ്യോഗസ്ഥരുടെ അവർക്കുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യത്തിന് ഫോഴ്സ് ഇല്ല. അവരുടെ കയ്യിൽ ഫോഴ്സ് ഇല്ല. അംഗബലം കുറവാണ് എക്സൈസിന്. അംഗബലം കുറവാണ്. അതുപോലെ തന്നെ അവർക്ക് വാഹനങ്ങളുടെ അപര്യാപ്തതയുണ്ട്. അവിടെ പിന്നെ ഓരോ എക്സൈസ് ഓഫീസ് എടുത്തു കഴിഞ്ഞാൽ അറിയാം, അവരുടെ ഒരു നല്ല വാഹനം എന്ന് പറയുന്നത് അവിടുത്തെ എക്സൈസിലെ ഇൻസ്പെക്ടർക്ക് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കി എക്സൈസുകാർക്കെല്ലാം ജീപ്പാണ് കൊടുത്തിരിക്കുന്നത്, പഴയ മഹേന്ദ്രയുടെ ജീപ്പ് അതാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വേണം ഈ പറയുന്ന ചീറിപ്പാഞ്ഞ് സൂപ്പർ ബൈക്കിൽ പായുന്ന യുവമാരെ പിടിക്കാൻ. യുവമാരെ എവിടെ കിട്ടാനാ? കാലം മാറിയൊക്കെ നമ്മുടെ ഭരണാധികാരികൾ മനസ്സിലാക്കാൻ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കണം. അതെ, എത്രയോ കാശ് അനാവശ്യമായിട്ട് ചെലവഴിച്ച് കളയുന്നു. കഴക്കൂട്ടംകാരോട് ബൈപ്പാസിനകത്ത് ഒരു സൂപ്പർ ബൈക്ക് കയറി കഴിഞ്ഞാൽ ഈ എക്സൈസിൻ്റെ ഈ ജീപ്പും കൊണ്ട് പിടിക്കാൻ പറ്റും. ഈ കാരോട് ബൈപ്പാസിലാണ് ഇതിൻ്റെ കച്ചവടം നടന്നത് കഴിഞ്ഞ പ്രാവശ്യം 2 മാസം മുമ്പ്. ഒരു MDMA കേസിൽ പ്രതിയായി ഇറങ്ങിയവൻ റോഡിൽ നമ്മൾ ഈ മാങ്ങയൊക്കെ കൊണ്ടിട്ട് വിൽക്കത്തില്ലേ, പഴുത്ത മാങ്ങയൊക്കെ കൊണ്ടിട്ട് വിൽക്കുന്നത് പോലെ MDMA കൊണ്ടുവച്ച് വിറ്റു റോഡിലോ. റോഡിൽ കാരോട് ബൈപ്പാസിൽ ഉണ്ടായ സംഭവം. കഴക്കൂട്ടം കാരോട് ബൈപ്പാസിൽ നമ്മുടെ കോവളത്തിന് അടുത്തുണ്ടായ സംഭവം. ഇവൻ ബൈക്കിനകത്ത് ഈ സാധനം കൊണ്ടുവരുന്നു, പിള്ളേർ വന്ന് മേടിക്കുന്നു, ഇവൻ ബൈക്കിനകത്ത് കയറി ഇരിക്കുക. പോലീസ് അപ്പുറത്തെ സൈഡിൽ, എക്സൈസ് അപ്പുറത്തെ സൈഡിൽ കൂടെ വന്നു, ആ വണ്ടി എടുത്ത് ഫ്രണ്ടിലോട്ട് പോയി. അവനെ വിട്ട് പിടിക്കാൻ പറ്റും. അവസാനം എനിക്ക് തോന്നുന്നു പൂവാർ പോലീസ് അപ്പുറത്തോടാണ്ട് കറങ്ങി വന്നിട്ടാണ് ഇവനെ പിടികൂടിയത്. അതാണ് അവസ്ഥ. ആ അവസ്ഥയെല്ലാം മാറ്റണം. നമ്മളിങ്ങനെ നിരന്തരം പറയുന്നു, ചർച്ച ചെയ്യുന്നു, നമ്മുടെ പ്രേക്ഷകരും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വന്ന് പറയുന്നുണ്ട്. തീർച്ചയായും എല്ലാവരും കൂടെ ഒത്തുപിടിച്ച് കഴിഞ്ഞാൽ ഇത് തീരാവുന്നതേ ഉള്ളൂ. അതെ, ഒരു കൂട്ടായ്മയായി നിന്ന്. അത് ആളുകൾ വിചാരിക്കുന്ന ഒരു പിന്നെ വലിയൊരു പ്രശ്നം, അത് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഈ ഇവന്മാർ നോക്കി വെക്കും. അതെ, നമ്മൾ പറഞ്ഞു കൊടുത്താൽ ഇവന്മാരെ ഇപ്പം നമ്മൾ 2 പേരെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാരുടെ 3 പേര് വേറെ പുറത്തുണ്ടാവും. അവർ നമ്മളെ തേടി വരും. വലിയ ശൃംഖലയാണ്, വലിയ ചെയിനാണ്. വലിയ ചെയിനാണ്. നമ്മൾ ഇവരെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ തേടി ബാക്കിയുള്ളവർ വരും. ഇവന്മാരുടെ തന്നെ ശൃംഖലയിലുള്ള ബാക്കിയുള്ളവർ വരും. ഈ ചെയിനിലുള്ള ആരൊക്കെ ഉണ്ടോ അവരൊക്കെ വരും, നമ്മളെ തേടി വരും. അവന്മാരെയും പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ആൾ വരും, നമ്മളെ തേടി വരും. സത്യം പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ വീടിനകത്ത് ഇരിക്കേണ്ടി വരും, അല്ലെങ്കിൽ വീടിനകത്ത് പൂർണ്ണ സംരക്ഷണത്തിൽ ഇരിക്കേണ്ടി വരും, അല്ലെങ്കിൽ വീട് വിറ്റ് വേറെ ഏതെങ്കിലും നാട്ടിൽ പോകേണ്ടി വരും. ഇവന്മാരുടെ ഭീഷണി അങ്ങനെ. നീ ഇത് പറഞ്ഞിട്ട് നീ നാട് വിട്ടു പോകും, നിനക്ക് വേറെ നാട്ടിൽ പോയി ജീവിക്കാം, പക്ഷെ നിന്റെ കുടുംബം എവിടെ പോകും? അത് എവിടെ പോകും എന്നുള്ള ഇവരുടെ ചോദ്യം ഇതാണ്. നിന്റെ കുടുംബത്തെ നീ എവിടെ കൊണ്ടുപോകും? അത് നമുക്കൊന്നും അറിയണമെന്ന് പറയും. നീ ഏതെങ്കിലും നാട്ടിൽ പോയി നിനക്ക് ജീവിക്കാൻ പറ്റും, പക്ഷെ നിന്റെ കുടുംബത്തെ നിനക്ക് കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. അത് മാത്രമല്ല, നമ്മുടെ നിയമവ്യവസ്ഥ ഇപ്പം ഈ ശിക്ഷിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിനകം തിരിച്ചിറങ്ങി വരാം. അതൊക്കെ മാറ്റണ്ടേ? അത്തരം കാര്യങ്ങളൊക്കെ മാറ്റുമ്പോൾ നിയമം കുറച്ചുകൂടെ ബലപ്പെടുത്തുകയാണെങ്കിൽ ഇതൊക്കെ കുറയുമെന്ന് ഉള്ള തോന്നലുണ്ടോ? അതൊന്നും സാധിക്കുന്ന കാര്യമൊന്നുമല്ല. നിയമം കൊണ്ടൊന്നും ഇത് നേരിടുക എന്ന് പറയുന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് മുളയിലേ നുള്ളുക എന്നുള്ള കാര്യമുള്ളൂ. ഇത് ആരെങ്കിലും ഒരു കുട്ടി ഇതിലേക്ക് കടക്കാൻ ആദ്യമേ ശ്രമിക്കുകയാണെങ്കിൽ അയാളെ അപ്പോഴേ തന്നെ ഐഡന്റിഫൈ ചെയ്യുക, അയാളെ തിരിച്ചു കൊണ്ടുവരിക. ഇതിൽ ചാടിപ്പോയവന്മാരൊക്കെ പോയതാണ്. അതെ, പിന്നെ ഈ വേറെ കാര്യമുണ്ട്, ഇത് വരുന്ന ഉറവിടമൊക്കെ പോലീസിനും എക്സൈസിനും ഒക്കെ കൃത്യമായിട്ട് അറിയാം, അങ്ങോട്ട് പോകത്തില്ല. ഞാൻ പറഞ്ഞുതരാം. പേട്ട പോലീസ് സ്റ്റേഷൻ, ഇവിടെ സിറ്റിയിലെ ഞാൻ പറഞ്ഞുതരാം. പേട്ട പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലൊരു ചൂണ്ടക്കുന്നുണ്ട്. അവിടെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് കാര്യമായിട്ട്. ഇത് കേട്ടിട്ട് അങ്ങനെ ആഗ്രഹമുള്ള ആരും പോകരുത്. അവിടെ ഉണ്ട്. ശരി.